നമസ്കാരം. ഞാൻ ശങ്കർദാസ് വയലാർ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെയും രാഗജ്യോതി യൂട്യൂബ് ചാനലിൻ്റെയും വിഷു ആശംസകൾ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പംക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം 1201 മേടമാസം 1-ാം തീയതി മുതൽ കൊല്ലവർഷം 1202 മീനമാസ അന്ത്യം വരെയുള്ള ഒരു വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ്. കൊല്ലവർഷം 1201 മേടമാസം 1-ാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം 2026 ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ഉദയാൽപരം 8 നാഴികയും 8 വിനാഴികയും ചെന്നപ്പോൾ, അതായത് IST 9:32 കുംഭക്കൂറിൽ ചന്ദ്രൻ നിൽക്കെ ചതയ നക്ഷത്രത്തിൽ മേടരവി സംക്രമം. മേടരവി സംക്രമത്തിലെ വാര നക്ഷത്ര തിഥികളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ആഴ്ച, അതായത് വാരം ചൊവ്വാഴ്ചയായിരിക്കുന്നതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ കലഹത്തിനുള്ള സാധ്യതയും മേലധികാരികളുടെ നാശത്തിന് സാധ്യതയും വരുന്നതാണ്. പൂർവാന്നമാകയാൽ ഉന്നത അധികാരികളുടെ സ്ഥാനഭ്രംശനത്തിനും സംഘടനകളുടെ ഭിന്നിപ്പിനും കാരണമാകുന്നതാണ്. സംക്രമഫലം പകലാകയാൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നുള്ള സാധ്യതയും അതുപോലെ തന്നെ രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യവും വന്നു ചേരും. സംക്രമഫലം ചതയം നക്ഷത്രത്തിലാകയാൽ കാലോചിതമല്ലാത്ത വർഷം മൂലം കാർഷിക നാശത്തിനിട വരുത്തുന്നതാണ്. സംക്രമസമയം വേലിയിറക്കമാകയാൽ അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് മൂലം കഷ്ടത അനുഭവിക്കുന്നുള്ള സാധ്യതയും കാണുന്നു. തിഥി ദ്വാദശിയാകയാൽ കാലോചിതമല്ലാത്ത വർഷവും അതുപോലെ തന്നെ തസ്കര ഭയത്തിനും സാധ്യത കാണുന്ന ഒരു സംക്രമഫലമാണ്. വരാഹക്കരണമാകയാൽ മനുഷ്യരിൽ മൃഗീയ വാസനകൾ വർദ്ധിക്കുന്നുള്ള സാധ്യതയും വ്യോമയാന അപകടങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയും പറയാം. സംക്രമ ദിവസം ശുഭ്ര മാമരബിന്ദു നിത്യയോഗമാകയാൽ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനുള്ള മനക്കരുത്ത് മനുഷ്യരിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും സാമ്പത്തികപരമായിട്ടുള്ള തകർച്ചകളിൽ നിന്നും രാജ്യം പുരോഗതിയിലേക്ക് വന്നു ചേരുന്നുള്ള സാധ്യതയും ഉണ്ട്. ഈ വർഷത്തെ വിഷുഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ഫലത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളെ ആദിശൂലം, ആദിഷഡ്ഗം, മധ്യശൂലം, മധ്യഷഡ്ഗം, അന്ത്യശൂലം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെ വിഭാഗങ്ങളായി വേർതിരിച്ചിട്ടാണ് വിഷുഫല പ്രവചനം. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. കീർത്തിയും യശസ്സും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും തൊഴിൽപരമായ അഭിവൃദ്ധിയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതികളും ഒക്കെ നൽകുന്ന ഒരു വിഷുഫലമാണ്. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായ ഒരു വിഷുഫലമാണ്. വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നുള്ള സാധ്യത, തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നുള്ള സാധ്യതയും പുതുതായി ഗൃഹം നിർമ്മിക്കുന്നുള്ള സാധ്യതയും വാഹനം വാങ്ങിക്കുന്നുള്ള സാധ്യതയും ഒക്കെയുള്ള ഒരു വിഷുഫലമാണ്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്കും വളരെയധികം കീർത്തിയും ഉന്നതിയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യവഹാരങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർക്ക് വ്യവഹാര വിജയവും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുന്നുള്ള സാധ്യതയും തൊഴിൽപരമായ ഗുണവും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്. മേലധികാരികളിൽ നിന്നും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പ്രീതിയോ ഒക്കെ ലഭിക്കുന്നുള്ള സാധ്യതയുള്ളൊരു വിഷുഫലമാണ്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നുള്ള സാധ്യതയും പുതുതായിട്ട് ഭൂമി വാങ്ങിക്കുന്നുള്ള സാധ്യതയും ഇടപാടുകളിലൊക്കെ വിജയം ലഭിക്കുന്നുള്ള സാധ്യതയുമുള്ള ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്.
മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർക്ക് വളരെ ദോഷഫലമാണ് വിഷുഫലത്തിൽ സൂചിപ്പിക്കുന്നത്. അപകടങ്ങൾക്കുള്ള സാധ്യതയും ആരോഗ്യം പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതുമായിരിക്കുന്ന ഒരു വിഷുഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കലഹത്തിനും സാധ്യതയുള്ള ഒരു വിഷുഫലമാണ്. കീർത്തിക്കും യശസ്സിനുമൊക്കെ തടസ്സങ്ങളും ദോഷങ്ങളും വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ്. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർക്കും ദോഷഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലാരാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അപകീർത്തികൾ കേൾക്കാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമൊക്കെ തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വിഷുഫലമാണ്. പുണർത നക്ഷത്രം. പുണർത നക്ഷത്രക്കാർക്ക് അപകീർത്തികൾ കേൾക്കുന്ന ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യ തടസ്സങ്ങൾ നേരിടുന്നതിനുള്ള സാധ്യതയും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്നുള്ള സാധ്യതയും ഒക്കെയുണ്ട്. മേലധികാരിൽ നിന്നും അപ്രീതി ഉണ്ടാകുന്ന ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പൂയ നക്ഷത്രം. പൂയ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു വിഷുഫലമാണ്. കീർത്തിയും യശസ്സും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാർക്കും വിഷുഫലം വളരെയധികം ഗുണപ്രദമാണ്. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടും. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ നേരിട്ടുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുന്നുള്ള സാധ്യതയുള്ള ഒരു വിഷുവർഷ ഫലമാണ്. മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ളൊരു ഫലത്തെയാണ് ഈ വർഷത്തെ വിഷുഫലം സൂചിപ്പിക്കുന്നത്. വളരെയധികം ഐശ്വര്യവും അതുപോലെ തന്നെ ധന ആഗമന മാർഗങ്ങളും ഉണ്ടാകുന്നുള്ള വർഷം. അന്യദേശ വാസത്തിന് ശ്രമിച്ചിരുന്നവർക്ക് ആദ്യം കുറച്ച് തടസ്സങ്ങൾ നേരിടുമെങ്കിലും പിന്നീട് വിദേശ യാത്രയ്ക്കുള്ള സാധ്യതകളും തെളിഞ്ഞു കിട്ടുന്നതാണ്. പൂരനക്ഷത്രം. പൂരനക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം യാത്രകൾ വഴിയുള്ള ഗുണങ്ങൾ കിട്ടും. കീർത്തിയും കേസുകളിലൊക്കെ വിജയം ഉണ്ടാകും. ഭൂമിപരമായ നേട്ടം ഉണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അലോസരങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനമൊക്കെ വന്നു ചേരുന്നുള്ള സാധ്യതയും ഉണ്ട്. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്കും വിഷുഫലം വളരെയധികം ഗുണപ്രദമാണ്. കീർത്തിയും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം പറഞ്ഞ് പരിഹരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കും. ഭൂമി ഗുണവും അതുപോലെ തന്നെ വാഹന ലാഭവുമൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷുവർഷ ഫലമാണ്. അത്തം നക്ഷത്രം. ഇത്തവണത്തെ വിഷുവർഷ ഫലത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് സന്താന തടസ്സങ്ങൾ നേരിടുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നുള്ള സാധ്യതയും കീർത്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിലൊക്കെ വിജയം ലഭിക്കുന്നുള്ള സാധ്യതയും കലാരാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്നുള്ള സാധ്യതയും വിഷുവർഷ ഫലത്തിൽ കാണും. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷഫലത്തെയാണ് വിഷുവർഷ ഫലത്തിൽ സൂചിപ്പിക്കുന്നത്. അപകീർത്തിക്കും സ്ഥാനഭ്രംശത്തിനും അതുപോലെ തന്നെ തൊഴിൽ തടസ്സത്തിനും സാധ്യതയുള്ള ഒരു വിഷുവർഷ ഫലമാണ്. വാഹനയാത്രകളും പ്രത്യേകമായി സൂക്ഷിക്കണം. ചോദ്യ നക്ഷത്രം. ചോദ്യ നക്ഷത്രക്കാർക്കും കുറച്ച് ദോഷഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. തൊഴിൽപരമായ തടസ്സങ്ങൾ നേരിടുന്നുള്ള സാധ്യതയും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു വിഷുവർഷ ഫലമാണ്. വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രം സന്താന ക്ലേശം അനുഭവിക്കുന്ന ഒരു വിഷുവർഷ ഫലമാണ്. ദാമ്പത്യത്തിൽ കുറച്ച് അലോസരങ്ങൾക്കുള്ള സാധ്യതയും വ്യവഹാര സാധ്യതകളും ഉള്ള ഒരു വിഷുവർഷ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അനിഴം നക്ഷത്രം. അനിഴ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമായ വിഷുവർഷ ഫലമാണ്. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും തൊഴിൽപരമായ അഭിവൃദ്ധികളും ഒക്കെ ലഭിക്കും. ഗൃഹഗുണം ലഭിക്കും. സന്താനങ്ങളിൽ നിന്നും നന്മ ലഭിക്കുന്ന വർഷമാണ്. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുവർഷ ഫലമാണ്. കീർത്തിയും അംഗീകാരവും സ്ഥാനമാനങ്ങളും എല്ലാം ലഭിക്കും. തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു വിഷുവർഷ ഫലമാണ്. മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുവർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. കീർത്തിയും അംഗീകാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വിഷുവർഷമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായ നല്ല അഭിവൃദ്ധിയും ഭൂമി ഗുണവും വ്യവഹാരങ്ങളിൽ വിജയവും വാഹന ഗുണമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ്.
പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു വിഷുവർഷ ഫലമാണ്. ഇതുവരെ രോഗക്ലേശങ്ങൾ നേരിട്ടിരുന്നവർക്ക് അതിൽ നിന്ന് മുക്തി ലഭിക്കുന്നുള്ള സാധ്യതയും കീർത്തിയും യശസ്സും ഒക്കെ ലഭിക്കുന്നുള്ള സാധ്യതയും കേസുകളിലൊക്കെ വിജയം ലഭിക്കുന്നുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ട് ഭൂമി വാങ്ങിക്കുന്നതിനുള്ള സാധ്യതയും അതുപോലെ തന്നെ കാർഷിക ഗുണം ലഭിക്കുന്നുള്ള സാധ്യതയുമുള്ള ഒരു വിഷുവർഷമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഗൃഹം ഗുണം ലഭിക്കും. വാഹനലാഭവും അംഗീകാരവും പുരസ്കാരങ്ങളും ഒക്കെ തേടി വരും. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുവർഷ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ധാരാളം ധനാഭിവൃദ്ധിയും ധാരാളം ധനസ്രോതസ്സുകളും തുറന്നു കിട്ടും. ഭാര്യാഗൃഹത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വന്നു ചേരും. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ദോഷപ്രദമായ ഒരു വിഷുവർഷ ഫലമാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആശുപത്രിവാസത്തിന് സാധ്യതയുള്ള ഒരു വർഷഫലമാണ്. തൊഴിൽപരമായി തടസ്സങ്ങൾ നേരിടും. മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുന്നതിനുള്ള സാധ്യതയും സ്ഥാനമാറ്റത്തിനുള്ള സാധ്യതയുമുള്ള ഒരു വിഷുവർഷ ഫലമാണ്. ചതയ നക്ഷത്രം. ചതയ നക്ഷത്രക്കാർക്കും വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷുവർഷ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. സന്താനങ്ങളിൽ നിന്നും മനപ്രയാസമുണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നുള്ള സാധ്യതയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതായിരിക്കുന്ന സമയവും വാഹനാപകടത്തിനുള്ള സാധ്യതയും അതുപോലെ തന്നെ അപകീർത്തിക്കുള്ള സാധ്യതയുമുള്ള ഒരു വിഷുവർഷ ഫലമാണ്. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ദോഷഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യകാര്യത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യാത്രകളും കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ചില ബാങ്ക് ഇടപാടുകൾ വഴിയുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നുള്ള സാധ്യതയും തൊഴിൽപരമായിട്ട് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുന്നുള്ള സാധ്യതയും പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കാണും. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നല്ലൊരു വിഷുഫലമാണ്. തൊഴിൽപരമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിനോദയാത്രകൾ ചെയ്യുന്നുള്ള സാധ്യതയും ഭാര്യാഗൃഹത്തിൽ നിന്നും ധനസിദ്ധി ഉണ്ടാകുന്നുള്ള സാധ്യതയും സന്താനങ്ങളിൽ നിന്നും നന്മയുണ്ടാകുന്നുള്ള സാധ്യതയും ഉണ്ട്. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുവർഷഫലമാണ്. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കും. അതുപോലെ തന്നെ വ്യവഹാരങ്ങളിൽ വിജയം ലഭിക്കും. നല്ല പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ തേടി വരുന്നുള്ള സാധ്യത. കലാരാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കുന്നുള്ള സാധ്യതയും കാണുന്ന ഒരു വിഷുവർഷ ഫലമാണ്. നക്ഷത്രങ്ങളെ ആദിശൂലം ആദിഷഡ്ഗം മധ്യശൂലം മധ്യഷഡ്ഗം അന്ത്യശൂലം അന്ത്യഷഡ്ഗം എന്നിങ്ങനെ വിഭാഗങ്ങളായി വേർതിരിച്ച് നടത്തുന്ന വിഷുവർഷ ഫലമാണ്. ചാരവശാലുള്ള ഫലങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിഷു ആശംസകൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.